നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം അഴുത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നല്ല ഒരു അവസരം കൂടെ ദൈവം നൽകിയത് കൊടുത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ച് വഴി നടത്തുന്നു. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം ആവശ്യക്കാരായതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് എന്ത് തോന്നും എന്നുള്ള ചിന്തയൊന്നും നമ്മളെ ഭരിക്കേണ്ട കാര്യമില്ല. അതിന് വളരെയധികം നല്ലൊരു ഉദാഹരണം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ഒരു മടുപ്പും കൂടാതെ നിരന്തരമായി ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ കർത്താവ് ഒരു നല്ല ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിധവയുടെയും ദൈവഭയമില്ലാത്ത ഒരു ദുഷ്ടനായ ഒരു ന്യായാധിപൻ്റെയും ഉപമയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിധവ നിരന്തരമായി തനിക്ക് ന്യായം ലഭിക്കുന്നതിന് വേണ്ടി ഈ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ആ വിധവയെ കാര്യമാക്കിയില്ല. എന്നിട്ടും അവർ മടുത്തു പോകാതെ തൻ്റെ കാര്യം സാധിക്കുന്നതുവരെ ആ ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സഹികെട്ട്, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, സഹികെട്ട് ആ ന്യായാധിപൻ ആ വിധവയുടെ കാര്യം കേൾക്കുകയും ന്യായം നടത്തി കൊടുക്കുകയും ചെയ്തു. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം ന്യായം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളെ വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ മറുപടി ലഭിക്കും. പക്ഷെ നാം ചെയ്യേണ്ട ഒരു കാര്യം, മടുത്തു പോകാതെ നമ്മുടെ ആവശ്യം എപ്പോഴും കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ നമുക്ക് മടുപ്പുണ്ടാകരുത്. ചില ആളുകളുണ്ടല്ലോ, ദുരഭിമാന നിമിത്തം 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ ആ കാര്യം ആരോടും പിന്നെ പറയുകയില്ല. എന്നാൽ ആ ദുരഭിമാന നിമിത്തം നമുക്ക് നമ്മുടെ നീതിയും ന്യായവും അല്ലെങ്കിൽ നന്മയുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് നഷ്ടപ്പെട്ടു പോകാൻ നാം അനുവദിക്കരുത്. സ്തോത്രം. നമ്മുടെ ദൈവം രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ കാലതാമസം വരുത്താതെ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് ആ 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ ആവശ്യം കേൾക്കുക, അതിന് താമസം വരുത്താതെ മറുപടി നൽകുക എന്നുള്ളതാണ്. സ്തോത്രം. അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയോട് അവസാനം അടിയറവ് പറഞ്ഞ് ന്യായം നടത്തി കൊടുത്തെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഒരപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിൽ ഏത് മക്കൾക്കും അപ്പൻ്റെ അടുക്കൽ പോയി തങ്ങളുടെ ആവശ്യം പറയുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ നമുക്ക് നമ്മുടെ ദൈവപിതാവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ വിഷയങ്ങൾ പറയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്.
ദൈവത്തിനൊരിക്കലും മടുപ്പ് തോന്നുകയില്ല. നാം മടുത്തു പോകാതിരുന്നാൽ മതി. നമ്മുടെ കാര്യം സാധിക്കുന്നത് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന്, കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് ഈ കാര്യം സാധിച്ചു തരണമേ, എനിക്കതിന് മറുപടി നൽകണമേ, എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ, എനിക്കൊരു വിടുതൽ നൽകണമേ എന്ന് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനകത്തൊരു ഉപേക്ഷയും ആരും വിചാരിക്കരുത്. ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ കാലതാമസം വരുത്താതെ അവർക്ക് പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ എന്നാണ് ചോദ്യം. നിശ്ചയമായും രക്ഷിക്കും. അവരുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കണം. ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദിയും പറയണം. ദൈവത്തോട് പിണങ്ങാൻ നാം ഒന്നും ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന് നമ്മോട് മനസ്സിലിവ് തോന്നി നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണമെങ്കിൽ നാം താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, ക്ഷമയുള്ളവരായി, മറുപടി ലഭിക്കുന്നത് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും കരയുവാനും നിലവിളിക്കുവാനും നാം സന്നദ്ധരാകണം. അവിടെയാണ് ദൈവം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുവാനുള്ളത്, ആ അനീതിയുള്ള ന്യായാധിപൻ പോലും വിധവയ്ക്ക് ന്യായം നടത്തി കൊടുത്തുവെങ്കിൽ നമ്മുടെ ദൈവം തികച്ചും നീതിയും ന്യായവും നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്കും വേഗത്തിൽ ഉത്തരം ലഭിക്കും. അങ്ങനെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി വേഗത്തിൽ മറുപടി നൽകി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മടുത്തു പോകാതെ എപ്പോഴും അങ്ങയോട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ കർത്താവ് പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദുരഭിമാനമൊക്കെ വിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നത് വരെ ഒരു മടുപ്പും കൂടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നീതിയും ന്യായവും നടത്തുന്ന നല്ല കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ ഒരിക്കലും നിരാശരാക്കി വിടുകയില്ലല്ലോ. ഏത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും വേഗത്തിൽ അങ്ങ് മറുപടി നൽകി സഹായിക്കുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ളതിന് നന്ദിയോട് സ്തോത്രം. കർത്താവേ, അങ്ങ് മനസ്സിലിടണമേ, അങ്ങ് കരം നീട്ടണമേ, അങ്ങൊരു വാക്ക് കൽപ്പിക്കണമേ. ഞങ്ങളുടെ ദീർഘകാലമായുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ എല്ലാത്തിനും അങ്ങ് വേഗത്തിൽ മറുപടി നൽകി സഹായിച്ച് ഉത്തരം അരുളുമാറാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് വേഗത്തിൽ അവർക്ക് വിടുതൽ നൽകണമേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ, കടഭാരങ്ങളിൽ കഴിയുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേഗത്തിൽ അവർക്കൊരു വിടുതൽ കർത്താവ് നൽകണമേ. അവരുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തണമേ. അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദീർഘനാളുകളായി വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക ദമ്പതികൾ കർത്താവെ അരളിയ ഈ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ പരിചയത്തിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കർത്താവെ അവർക്ക് മക്കളെ നൽകി അങ്ങ് മാനിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബലം പകർന്നു കൊടുക്കണമേ, അവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്ത് കടന്നു പോകുവാൻ തക്കവണ്ണം പേപ്പറുകൾ ശരിയാകാനുള്ളവരുണ്ട്, വിസ ലഭിക്കാനുള്ളവരുണ്ട്. അവരെല്ലാം കർത്താവ് ഓർത്ത് വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, വിദേശ നാടുകളിൽ നിന്ന് കടന്നു വന്നിട്ട് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ വിമാന സർവീസുകൾ മുടങ്ങിപ്പോയ നിമിത്തം പോകാൻ കഴിയാതിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിസ ലഭിച്ചിട്ടും കടന്നു പോകാൻ കഴിയാതെ തടസ്സങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ യുദ്ധങ്ങളെയൊക്കെ നിർത്തൽ ചെയ്ത് വിമാന സർവീസുകൾ പുനരാരംഭിച്ച് സമാധാനത്തിന് അന്തരീക്ഷം കർത്താവെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആമേൻ. മറ്റു പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിപ്പിച്ചു കൊടുത്ത് അവരെല്ലാം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അങ്ങ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത നല്ല കർത്താവാകിയാൽ നന്ദിയോട് സ്തോത്രം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനാണ് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകുന്നതിനാണ് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേഗത്തിൽ മറുപടി നൽകി ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങളേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പൊന്നുനാമം മഹത്വമെടുത്താട്ടെ. അങ്ങ് പ്രാർത്ഥനകട്ടനായ സ്തോത്രം, മഹത്വമെടുത്തനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കേട്ടനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. പ്രിയപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് വേഗത്തിൽ മറുപടി ലഭിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥന സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളോട് അറിയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വേഗത്തിൽ അതിനെല്ലാം മറുപടി ലഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മറുപടി ലഭിച്ചവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരം എല്ലാവരുടെ മേൽ നീട്ടുവാൻ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. അടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.